പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഇവിടുത്തെ നമ്മളെ SAR-നെ പറ്റി പറഞ്ഞു, പൗരത്വത്തിന് ബാധിക്കുമോ? അങ്ങനത്തെ പല നമ്മളെ ഈ ഇന്ത്യ രാജ്യത്ത് നമ്മൾ പ്രത്യേകമായതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട പല വിഷയങ്ങളുണ്ടാവും. ഈ വിഷയങ്ങളിലേക്കൊക്കെ ജനങ്ങളെ അവർക്ക് അതിലേക്ക് ഉദ്ബോധനം നൽകുക എന്നുള്ളത് അതും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ലക്ഷ്യങ്ങളിൽപ്പെട്ടത് തന്നെയാണ്. പലരും പറയലുണ്ട്, ഇതുപോലുള്ള പല കാര്യങ്ങളും വരുമ്പോൾ നമ്മളെ മാതിരിക്കുള്ള പണ്ഡിതന്മാരോട് അല്ലെങ്കിൽ സംഘടനയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരോട് പറയുന്നു പല രാഷ്ട്രീയ വിഷയവും പറ്റി. അത് ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യ സ്വഭാവത്തിന് അല്ലെങ്കിൽ ജനാധിപത്യത്തിന് അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തിനൊക്കെ തകരാറ് വരുന്നതായ സംഗതികളായതുകൊണ്ട് നിങ്ങളും അതിലൊന്ന് ഇടപെട്ടുകൊണ്ടിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അത് രാജ്യത്തിലേക്ക് ഉപകാരമുള്ള സംഗതികളാണെങ്കിൽ അതിൽ ജനങ്ങളോട് ഭാഗവെക്കാവാൻ വേണ്ടിയോ ഒക്കെ പറയണമെന്ന് പറഞ്ഞു. കാരണം എന്തുകൊണ്ട് ഇതുപോലുള്ളതായ സംഘടനകൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ അവരത് പറഞ്ഞാൽ ആ സംഘടനാ അനുയായികൾ അവരെ പിന്നിലുള്ളവരത് സ്വീകരിക്കുന്നത് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സംസ്ഥയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതൊന്നു തന്നെയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ രാജ്യത്തിൻ്റെ നന്മക്ക് ആവശ്യമാവുന്ന ഓരോ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ടേയിരിക്കും സംസ്ഥ കേരള ജമിയത്തുൽ ഉലമ. ഈ രാജ്യത്തെ മതേതരത്വം മതസൗഹാർദ്ദമൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രയത്നങ്ങളിൽ എപ്പോഴും സംസ്ഥ കേരള ജമിയത്തുൽ ഉലമ മുന്നിൽ നിന്നിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവിടുത്തെ മതസൗഹാർദ്ദത്തിനോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണഘടനക്കോ എതിരാവുന്ന ഏതെങ്കിലും ഒരു പ്രസ്താവനയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവർത്തനമോ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്ന് അത് നേതാക്കന്മാരിൽ നിന്നുണ്ടായിട്ടില്ല. നമുക്കിവിടെ മതരാഷ്ട്രവാദമൊന്നും നമുക്കില്ലല്ലോ. മതരാഷ്ട്രവാദവും നമ്മളെ മുൻഗാമികളൊന്നും അത് ഉന്നയിച്ചിട്ടില്ല. ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കന്മാരെന്ന് മാത്രമല്ല, സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന ഈ ആശയം ഇതിനു വേണ്ടി ഇതിൻ്റെ പ്രചാരണത്തിന് വേണ്ടി പ്രവർത്തിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ വിശുദ്ധമായ ദീൻ ഇവിടെ വന്നു എന്നാണ്. അതിൽ ചരിത്രകാരന്മാർക്ക് രണ്ടഭിപ്രായം ഉണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ, വന്നു എന്നുള്ളതാണ് മഹാന്മാരാകുന്നതായ അയിമ്മത്ത് മശായിഖിന്റെ അഭിപ്രായം. അപ്പൊ ആ കാലഘട്ടത്തിൽ തന്നെ വന്നു. അന്ന് ദീന് നേതൃത്വം നൽകിയതായ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ അവരുടെ മതസൗഹാർദ്ദത്തിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇവിടെ ഒരു